വെൽക്കം ടു എക്സൽ മാത്സ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന പുതിയ ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ഇത് 7th ചാപ്റ്റർ ആണ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ കൊല്ലം, അതായത് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? അതിന്റെ സൈഡ്സ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും അതിന്റെ ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ആംഗിൾസുമായി ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളിൽ നമ്മൾ പറയുന്നത് എന്താ? ഈക്വൽ ട്രയാങ്കിൾസ് എന്നാണ്, അല്ലെ? ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച കാര്യമാണ്. ഇഫ് ദി all three sides of a triangle are equal to all three sides of the another triangle, then the angles must also be equal. ഇതുപോലെ മൂന്ന് സൈഡ്സും, ഒരു ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിലെ മൂന്ന് സൈഡ്സും ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് സിമിലർ ട്രയാങ്കിൾസിനെ കുറിച്ചാണ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഒരിപ്പോ രണ്ട് ട്രയാങ്കിൾ വരച്ചു. നമ്മളിപ്പോ ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് എല്ലാം ഈക്വൽ ആവുകയാണ്. പക്ഷേ സൈഡ്സ് ഡിഫറെന്റ് ആണ്. അതായത് സൈഡ്സിന്റെ സൈസ് ഡിഫറെന്റ് ആണ്, ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആവുമോ? ഇല്ല. അപ്പോ അങ്ങനെ വരുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, പക്ഷേ അതിന്റെ സൈസ് ഓഫ് ദി സൈഡ്സ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് പറയണേ എന്ത്? സിമിലർ ട്രയാങ്കിൾസ് എന്ന്. ഓക്കെ, നമുക്കിനി ഈ രണ്ട് ട്രയാങ്കിൾസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് രണ്ട് ട്രയാങ്കിളിന് രണ്ട് സൈസ് ആയതുകൊണ്ട് ഇത് ഈക്വൽ ട്രയാങ്കിൾസ് അല്ല എന്ന്. പക്ഷെ ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. എങ്ങനെ പറയാൻ പറ്റുക? കാരണം ഇതിന്റെ ആംഗിൾസ് സെയിം ആണ്. ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? 80 ഡിഗ്രി അല്ലെ? 180യിൽ നിന്ന് 60 + 40 100 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 80. അപ്പൊ ഇതും 80 ഡിഗ്രി ആണ്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, അല്ലെ? സൈഡ്സ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു പേപ്പറിലാണ് വരയ്ക്കണമെങ്കിൽ ഇതിന്റെ കട്ട് ഔട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെയുള്ള മെഷർമെന്റ്, അതായത് ആംഗിൾസ് ഒരേ ഇൻക്ലിനേഷൻ ആയിരിക്കും, ഒരേ ചായ്വാണ്, സെയിം ആംഗിൾ ആയതുകൊണ്ട്, അല്ലെ? സെയിം 40 ഡിഗ്രി ആയിട്ട് ഒരേ ചായ്വായിരിക്കും. ഈ ലെങ്ത്തിന് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് അതങ്ങനെ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇതൊന്നുമാണ് ആ ബിഗ് ട്രയാങ്കിൾ. ഇനി ഈ ട്രയാങ്കിളിന്റെ ഇതിന്റെ ഒപ്പം വരച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വരും? ഇങ്ങനെ വരും. ഇതൊന്നുമാണ് 40 ഡിഗ്രി, രണ്ട് ട്രയാങ്കിളിന്റെ 40 ഡിഗ്രി. ഇതൊന്നുമാണ് 60 ഡിഗ്രി, ഇത് 80 ഡിഗ്രി, അല്ലെ? അപ്പൊ ഇതിന്റെ ചായ്വ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം ഇത് രണ്ടും 60 ഡിഗ്രി ആണ്. അപ്പൊ ഒരേ ഇതിലായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈനും പാരലൽ ആണെന്നും നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ഒരേ ചായ്വാണ്, അത് ഒരേ ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്മോളർ ട്രയാങ്കിളിന്റെ റൈറ്റ് സൈഡ് ഒരേ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ബിഗർ ട്രയാങ്കിളിനെ കട്ട് ചെയ്യുന്ന ഒരേ റേഷ്യോയിലായിരിക്കും, കാരണം ഇത് പാരലൽ ആയിട്ട് പോകുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതിന് ഓരോ ഈ സൈഡ്സിന് ഓരോ പേര് കൊടുക്കാം. അതായത് ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി, ഇത് സി, പി, ക്യു, ആർ. ഇങ്ങനെ ഓരോ സൈഡ്സിനും ഞാൻ പേര് കൊടുക്കും. അപ്പൊ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാ വരിക? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഇത് ഫുൾ എ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്രയാ? പി. ഓക്കെ, ഇത് ഫുൾ എ ആണ്. ഇവിടം വരെ ഉള്ളത് പി. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വരും? എ മൈനസ് പി. ഇതൊന്നുമാണ് ക്യൂ തന്നെയാണ്. അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ എന്നുള്ളത് നമ്മൾ 6 ആയിട്ട് എടുത്തേക്കണം. അപ്പൊ ഇത് 6, ബാക്കി ഇത് എത്ര വരും? സി മൈനസ് ആർ. ഫുൾ എന്നുമാണ് സി ആണ്. അപ്പൊ സി മൈനസ് ആർ. അപ്പൊ ഇതിനെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇത് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? എ മൈനസ് പി ബൈ പി ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ അത് ഒരേ ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരേ ചായ്വോട് 60 ഡിഗ്രി ഒരേ ഇതിലാണ് നമ്മൾ ഇത് വരച്ചേക്കണം. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഇത് ഒരേ റേഷ്യോ വരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതെങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരേ റേഷ്യോയിലായിരിക്കും ഇതിനെ കട്ട് ചെയ്തിരിക്കുന്നത്, ഈ മെഷർമെന്റ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവും. അത് എങ്ങനെയാ റേഷ്യോയിൽ എഴുതുന്നത്? എ മൈനസ് പി ബൈ പി ഈസ് ഈക്വൽ ടു സി മൈനസ് ബി ബൈ ആർ. ഓക്കെ, ഇതിനെ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് പി കോമൺ ആണ്, ഇവിടെ ആർ കോമൺ ആണ്. നമ്മൾ അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എ ബൈ പി -1 എഴുതാം. അത് ഇതും സെയിം ആണ്, അല്ലെ? ഇത് എൽസിഎം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കിട്ടുക. ഈസ് ഈക്വൽ ടു സി ബൈ ആർ മൈനസ്
1. സി ബൈ ആർ മൈനസ് 1 എന്ന് പറയുന്നത് തന്നെയാണ് സി മൈനസ് ആർ ബൈ ആർ. ഇവിടെ മൈനസ് 1 മൈനസ് 1 ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് ബാക്കി എന്താ കിട്ടിയേ? എ ബൈ പി ഇസ് ഈക്വൽ ടു സി ബൈ ആർ. ഓക്കെ, ഇനിയിപ്പോ ഈ വരച്ചതുപോലെ തന്നെ എനിക്കിത് ഇപ്പുറത്തെ സൈഡിലേക്കും വരയ്ക്കാലോ. ഇതിപ്പോ ഞാൻ ഈ സൈഡിലാണ് വരച്ചത്. അതുപോലെ തന്നെ ഇത് ഈ വലിയ ട്രയാങ്കിളിന്റെ റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ഔട്ട് എടുത്ത് വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഓവറായിട്ട് മേളിലായിട്ട് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ വരിക? ഇത് ബിഗ് ട്രയാങ്കിൾ. ആ ബിഗ് ട്രയാങ്കിളിന്റെ ഈ സൈഡിലാണ് ഞാൻ സ്മോളർ ട്രയാങ്കിൾ വരച്ചത്. ഇനി ഞാൻ ഇത്തവണ ഈ സൈഡിൽ വരയ്ക്കുവാണ്. അപ്പൊ അതെങ്ങനെ വരും? ഇതെന്ന് 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി ഇവിടെ വരും. ഇതാണ് ആ സ്മോളർ ട്രയാങ്കിൾ. അപ്പോ ഇതെന്ന് പറയുന്നത് സി. ഇവിടെ എത്രയാ വരിക? ഇതെന്ന് പറഞ്ഞാൽ എത്രയാ? സ്മോളർ ട്രയാങ്കിളിന്റെ ക്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഫുൾ ബി. ബി മൈനസ് ക്യൂ വരും. ഈ പോർഷൻ, ഈ സ്മോളർ പോർഷൻ ബി മൈനസ് ക്യൂ വരും. അതുപോലെ ഇവിടെ എങ്ങനെയാ വരിക? ഫുൾ എന്ന് പറയുന്നത് എ ആണ്. ഇതെന്ന് പറയുന്നത് എ മൈനസ് പി ആണ്. എ മൈനസ് പി ബൈ ഇവിടെ പി. ഓക്കെ, ഇനി ഈ സി ഇത് ഇതുപോലെ തന്നെ എടുക്കും. ഇതെന്ന് പറയുന്നത് 40 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ എഴുതിയ പോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? ഇപ്പൊ ഈ സെയിം ഇൻക്ലിനേഷൻ ആണ്, രണ്ടും 40 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഒരേ ചായ്വ് തന്നെയാണ്ട് പാരലൽ ലൈൻസ് ആയിരിക്കും ഈ രണ്ട്. ഇതെന്ന് പറയുന്നത് 6. ഈ സിയും 6 എന്ന് പറഞ്ഞ സൈഡും പാരലൽ ലൈൻസ് ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ഒരേ റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാം? എ മൈനസ് പി ബൈ പി ഇസ് ഈക്വൽ ടു ബി മൈനസ് ക്യൂ ബൈ ക്യൂ. അപ്പൊ ആദ്യം ചെയ്തതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? എ ബൈ പി ഇസ് ഈക്വൽ ടു ബി ബൈ ക്യൂ എന്ന് കിട്ടും. ഈ എഴുതിയതുപോലെ തന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എ ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യൂ കിട്ടി. ഇവിടെ കിട്ടിയത് എന്താ? എ ബൈ പി ഈക്വൽ ടു സി ബൈ ആർ. അപ്പൊ എല്ലാം ഈ എ ബൈ പിയിലും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതാൻ പറ്റും? എ ബൈ പി ഇസ് ഈക്വൽ ടു ബി ബൈ ക്യൂ ഈക്വൽ ടു സി ബൈ ആർ. ഓരോ സൈഡിന്റെ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് എ ബൈ പി എന്ന് പറയുന്നതും സി ബൈ ആർ എന്ന് പറയുന്നതും ബി ബൈ ക്യൂ എന്ന് പറയുന്നത് എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതിന് എന്താ മനസ്സിലായി? എ ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യൂ ഈക്വൽ ടു സി ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ബൈ പി അതായത് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും 80 ഡിഗ്രി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് സൈഡ്സ് ആണ് എയും പിയും. ഓക്കെ, അതുപോലെ ബി ബൈ ക്യൂ, ബിയും ക്യൂവോ? ബി ഇവിടെ, ക്യൂ അവിടെ. 40 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ട്രയാങ്കിളിലും 40 ഡിഗ്രി എന്ന ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ബിയും ക്യൂവും. അതുപോലെ തന്നെ സിയു ആറോ 60 ഡിഗ്രി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ്. ഈ 3 സൈഡ്സും അതായത് പെയേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സിന്റെ പെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എ പി, ബി ക്യൂ, സി ആർ ഇങ്ങനെ പെയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിനും ഈ എല്ലാ ലോങ്ങർ ട്രയാങ്കിൾസിന്റെ എല്ലാ സൈഡ്സും ഷോർട്ടർ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഷോർട്ടർ സൈഡ്സിന്റെ സെയിം മൾട്ടിപ്പിൾസ് ആണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 12/3, അതുപോലെ 20/5, 24/6. ഓക്കെ, ഇതെല്ലാം ഈക്വൽ ആണെന്ന് പറയാം. കാരണം ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ എന്താ? 4 ആണ് അല്ലെ? 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് 12 എന്ന നമ്പർ കിട്ടണമെങ്കിൽ 3യോട് ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്. അത് ഏതാ നമ്പർ? 4. 3 × 4 ആണ് 12. അതുപോലെ തന്നെ 20/5 എന്ന് പറയുമ്പോൾ 5നോട് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. സെയിം കേസ് 24നോട് 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 24 കിട്ടുന്നത്. ഇവിടെ ഈ 4 എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും മൾട്ടിപ്പിൾ ആണ്. 3യുടെയും 5ന്റെയും 6ന്റെയും 24ന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്ത് എടുക്കുന്ന കോമൺ നമ്പർ ആണ് 4. അതേപോലെ തന്നെ ഇവിടെ എ ബൈ പി ഇസ് ഈക്വൽ ടു ബി ബൈ ക്യൂ ഈക്വൽ ടു സി ബൈ ആർ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു കോമൺ മൾട്ടിപ്പിൾ ഉണ്ട്. ആ മൾട്ടിപ്പിൾ വെച്ച് ഈ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എ ബി സി കിട്ടുന്നത്. അതായത് അത് സെയിം മൾട്ടിപ്പിൾ ആണ്, ഒരേ മൾട്ടിപ്പിൾ ആണെന്നാണ് അതുകൊണ്ട് പറയുന്നത്. മനസ്സിലായ? അതായത് ഇപ്പൊ നമുക്ക് അത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു കെ പി, അതുപോലെ ബി ഇസ് ഈക്വൽ ടു കെ ക്യൂ, സി ഇസ് ഈക്വൽ ടു കെ ആർ. ഇങ്ങനെ എഴുതാം. ഇവിടെ കെ എന്ന് പറയുന്നത് സെയിം മൾട്ടിപ്പിൾ ആണ്. ആ സെയിം മൾട്ടിപ്പിൾ വെച്ച് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ന്യൂമറേറ്റർ അതായത് എയും ബിയും സിയും എല്ലാം കിട്ടുന്നത്.
എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ സെയിം ആംഗിളിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡിനെ വെച്ച് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങർ സൈഡിന്റെ എല്ലാ ലോങ്ങർ സൈഡും ഷോർട്ടർ സൈഡിന്റെ സെയിം മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, സെയിം മൾട്ടിപ്പിൾ വെച്ചായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ട് നമുക്ക് മൂന്ന് ജനറൽ പ്രിൻസിപ്പിൾ പോലെ മൂന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. എന്തൊക്കെ? ഇൻ ടു ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ്, if we pair the sides opposite equal angles, then the longer sides are the same multiples of the shorter. നമ്മളിപ്പോ കുറച്ച് മുമ്പ് എക്സാമ്പിൾ വെച്ച് ചെയ്തതുപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് കമ്പയർ ചെയ്താൽ അതിൽ സെയിം ആംഗിൾസ് ആണ് രണ്ട് ട്രയാങ്കിൾസിനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് സെയിം ആംഗിൾസ് ഉള്ള രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ സെയിം ആംഗിൾസ് വരുന്ന അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സ് തമ്മിൽ പെയർ ചെയ്താൽ ലോങ്ങർ സൈഡ് ഷോർട്ടർ സൈഡിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്നാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഷോർട്ടറിന്റെ സെയിം മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതുപോലെ അത് തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടി ചെറുതാക്കി ഷോർട്ടാക്കി ഒന്ന് ഇതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് ടേക്കൻ ഇൻ ദ ഓർഡർ ഓഫ് സൈസ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി ഒന്ന് ഇതാക്കി പറഞ്ഞു എന്നുള്ളൂ. ഒരേ റേഷ്യോയിലായിരിക്കും. ഒരേ ആംഗിൾസ് ഉള്ള രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അതില് ഓർഡർ ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ ലോങ്ങറും ഷോർട്ടറും അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ലോങ്ങർ ബൈ ഷോർട്ടർ സൈഡ് എന്ന് പറയുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. Third case, in triangles with the same angles, the sides opposite equal angles are scaled by the same factor. ഒരേ ഫാക്ടർ വെച്ചായിരിക്കും സ്കെയിൽ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് കിടക്കുന്ന ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ഒരേ ഫാക്ടറിലായിരിക്കും സ്കെയിൽ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ, ഇതെന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ഉള്ള ലൈൻ. അപ്പോൾ ഈ 6 സെന്റിമീറ്റർ ലൈൻ എങ്ങനെ ഇത് വെച്ച് സ്കെയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സെന്റിമീറ്റർ പിന്നെ നമ്മളൊരു 1.5 ഇത് കൂട്ടുക എന്ന് പറയും. അതായത് ബൈ ഫാക്ടർ ഓഫ് 1.5. 1.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/2. 2 കിട്ടുമ്പോൾ 3 into 2 6. അപ്പൊ ഇതിനോടൊരു ഷോർട്ടർ ലൈനോട് ഒരു 1.5 ഇത് ഫാക്ടർ സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 സെന്റിമീറ്റർ കിട്ടും. അതുപോലെ തന്നെ തിരിച്ചു പറയണത് എങ്ങനെയാ? 4 സെന്റിമീറ്റർ ഈ 6 സെന്റിമീറ്ററിനെ വെച്ച് സ്കെയിൽ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? അത് തിരിച്ചിട്ട് ചെയ്യണം. അതായത് 6 into 2/3. 3 2 ക്യാൻസൽ 4 കിട്ടി നമുക്ക്. കണ്ട? അപ്പൊ അതേപോലെ ഇതുപോലെ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഈ ഇത് കാര്യം വെച്ചാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് ട്രയാങ്കിൾസ് സെയിം ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസിന്റെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സിന് സെയിം സ്കെയിൽ ചെയ്യുന്ന സെയിം ഫാക്ടർ വെച്ചിട്ടായിരിക്കും എന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദ സ്കെയിൽ ഫാക്ടർ ഫ്രം ദ ഷോർട്ടർ ടു ലോങ്ങർ ഈസ് 1.5 ആൻഡ് ദാറ്റ് ഫ്രം ലോങ്ങർ ടു ഷോർട്ടർ ഈസ് 2/3. ഓക്കെ, അപ്പൊ ആ സ്കെയിൽ ഫാക്ടറിന്റെ ഇത് വെച്ചാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഇൻ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് sides opposite equal angles are scaled by the same factor. ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും സെയിം തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. 6 സെന്റിമീറ്റർ സൈഡിലുള്ള ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആംഗിൾസ് 15-70 ഡിഗ്രി ആയിട്ട് ഒരു ലാർജർ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ ചെറിയ ഒരു സ്മോൾ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. ഇതിനേക്കാൾ എല്ലാ സൈഡ്സും 3/4 കുറവായിരിക്കണം. ഒരു 1/4 ഭാഗം വരെ വരാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സൈഡിന്റെ ലെങ്ത് അറിയാം 6 സെന്റിമീറ്റർ ആണെന്ന്. അപ്പൊ അതിന്റെ 3/4 എന്ന് പറയുമ്പോൾ എത്ര വന്നു? ഇപ്പൊ 2 കൊണ്ട് വെട്ടുമ്പോ ഇവിടെ 2 ഇവിടെ 3, അതായത് 9/2 വന്നു. അതായത് 4.5 സെന്റിമീറ്റർ ആണ് ബേസ്. അപ്പൊ നമ്മൾ ആദ്യം സ്കെയിലിൽ 4.5 സെന്റിമീറ്റർ വരയ്ക്കണം. ഓക്കെ, ഇനി ഈ ആംഗിൾസിന് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് സെയിം ആയിരിക്കണം. നല്ല സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ പ്രൊട്രാക്ടറിന് ഇവിടുന്ന് 50 ഡിഗ്രി വരയ്ക്കുക, അതുപോലെ തന്നെ ഇവിടുന്ന് 70 ഡിഗ്രി വരയ്ക്കുക. ഓക്കെ, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും തേർഡ് വെർട്ടെക്സ് വരുന്നത്. രണ്ട് ആംഗിൾസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് തേർഡ് വെർട്ടെക്സ് വരും. ഇത് ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് സൈഡ്സും ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന് 3/4 ആയിരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ അത് അങ്ങനെ വരച്ചത് കൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ഇതും ഈ ട്രയാങ്കിളിൽ 3/4 പാർട്ടേ ഉണ്ടാവുള്ളൂ ഇത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ രണ്ട് PR ഉം QR ഉം ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ P is equal to ആംഗിൾ C. അപ്പോ ഈ ഓരോ ആംഗിൾസിനും നമുക്ക് ഓരോ പേര് കൊടുക്കാം. XY Z എന്ന് പറഞ്ഞു, ഇത് X ഡിഗ്രി, ഇത് Y ഡിഗ്രി, ഇത് Z ഡിഗ്രി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ നോക്കാം. ഏതാണ്? ആംഗിൾ P is equal to ആംഗിൾ C എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആംഗിൾ C Z ഡിഗ്രി ആണ്. അപ്പൊ ഇത് Z ഡിഗ്രി ആയി. ഇനി ആംഗിൾ Q ഈക്വൽ ടു ആംഗിൾ A എന്ന് പറയുന്നത് X ഡിഗ്രി, ഇതെന്ന് പറയുന്നത് Y ഡിഗ്രി.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് അറിയാം പെയർ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സ് പെയർ ആക്കി നമുക്ക് എഴുതാം, അത് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഡിഗ്രി ഉള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ഏതൊക്കെയാ? ബി സി പിന്നെ പി ആർ. ഓക്കെ, ഇനി വൈ ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ഇവിടെ എ സി. അതുപോലെ ഇവിടെ വരുന്നത് വൈ ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് പി ക്യൂ. ഓക്കെ, ഇനി ഇസഡ് ഡിഗ്രിയുടെ ഇസഡ് ഡിഗ്രി എ ബി. അതുപോലെ ഇവിടെ വരുന്നത് ക്യു ആർ. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ മെഷർമെന്റ് ചെയ്താം. ബി സി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, എ സി 6 സെന്റിമീറ്റർ, എ ബി 8 സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് അറിയാവുന്ന ആകെ പി ക്യു ആണ്, അത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ രണ്ട് ട്രയാങ്കിളിലെ ഒരേപോലെ വരുന്ന സൈഡ് ഇത് വരുന്നത് 3 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും. അതായത് ലോങ്ങർ സൈഡ് 6ഉം ഷോർട്ടർ സൈഡ് 3ഉം. അപ്പൊ ഇവിടുത്തെ മൾട്ടിപ്പിൾ എത്രയാണ് വരുന്നത്? 2 അല്ലെ? 3 × 2 ആണ് 6 എന്നറിയാം. ആ 2 തന്നെ കോമൺ ആയിരിക്കും ഈ രണ്ട് സൈഡിലും വരിക. അത് നമ്മൾ പഠിച്ചു. ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആകുന്ന സൈഡ്സിന് എന്താ പറയാ, സെയിം ലോങ്ങർ സൈഡ് സെയിം മൾട്ടിപ്പിൾ ഓഫ് ദി ഷോർട്ടർ, സെയിം മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇവിടെ വന്നിരിക്കുന്ന മൾട്ടിപ്പിൾ 2 ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം അതുപോലെ തന്നെ വരണ്ടേ? അപ്പൊ ഈ പി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/2 2 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇവിടെ എ ബി 8 സെന്റിമീറ്റർ ആണെങ്കിൽ 8/2 ഇത് 4 സെന്റിമീറ്റർ ആയിരിക്കും. എന്നാലല്ലേ മൾട്ടിപ്പിൾ 2 വരുള്ളൂ. 4/2 ഇപ്പൊ പെയർ ചെയ്ത് നമ്മള് റേഷ്യോ പോലെ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? ബി സി ബൈ പി ആർ എത്രയാണ്? 4/2 = 2, സെയിം മൾട്ടിപ്പിൾ. ഇനി അടുത്തത് എന്താ നോക്കാം? എ സി ബൈ പി ക്യൂ അതായത് 6/3 = 2, കോമൺ മൾട്ടിപ്പിൾ 2 വന്നു, സെയിം മൾട്ടിപ്പിൾ. അടുത്തതോ എ ബി ബൈ ക്യൂ ആർ = 8/4 = 2, സെയിം മൾട്ടിപ്പിൾ വന്നു. ഈ സെയിം മൾട്ടിപ്പിൾ ആവും എന്നാണ് നമ്മൾ പ്രിൻസിപ്പിൾ വെച്ച് പറഞ്ഞത് അല്ലെ? ലോങ്ങർ സൈഡ് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ്സ് വെച്ച് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ലോങ്ങർ സൈഡ് ഷോർട്ടർ സൈഡിന്റെ സെയിം മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ എല്ലാ മൾട്ടിപ്പിൾ സെയിം ആണെന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ? അപ്പൊ അത് 2 ഈ സൈഡിന്റെ വെച്ച് നമുക്ക് മനസ്സിലായി ഹാഫ് ആണ് ലോങ്ങർ ഷോർട്ടറിന്റെ, അല്ലെങ്കിൽ ഷോർട്ടർ ലോങ്ങർ സൈഡിന്റെ ജസ്റ്റ് ഹാഫ് ആണെന്ന് മനസ്സിലായി. അതുപോലെ നമ്മൾ എടുത്തു. Okay, so we are winding up today's class. Hope you all understood. See you soon in the next video. Till then, bye.